CPM നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപകരുടെ പണം തിരികെ നൽകുന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്ന് ചെയർമാൻ PK സുരേഷ് പറയുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ഉത്പാദനം പൂർണ്ണ തോതിലാക്കി സ്ഥാപനത്തെ ലാഭത്തിലാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. നിക്ഷേപകരുടെ പ്രതിഷേധത്തെ തള്ളി പറയില്ലെന്നും CPM വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ PK സുരേഷ് 24 ബ്രേക്കിംഗ് ന്യൂസ്. ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപകർ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ചെയർമാൻ PK സുരേഷിന്റെ പ്രതികരണം. സ്വകാര്യ കമ്പനികളെ ചേർത്ത് മലബാർ മീറ്റ് ഫാക്ടറി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുക എന്നതാണ് ലക്ഷ്യം. ചില പ്രൈവറ്റ് കമ്പനികളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെ കൂടി ഭാഗഭാക്കാക്കിക്കൊണ്ട് പൂർണ്ണമായും ഉൽപ്പാദനശേഷി ഉപയോഗപ്പെടുത്തി പരമാവധി വരുമാനം ഉണ്ടാക്കി, അതുപോലെ മറ്റ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം പരമാവധി വരുമാനമാക്കി ഇതിനുവേണ്ടി നിക്ഷേപിച്ച ആളുകളുടെ കടം കുറേശ്ശെയായി വീട്ടി തീർക്കണമെന്നാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാൻ. നിക്ഷേപകരുടെ സമരത്തെ തെറ്റു പറയാൻ കഴിയില്ല. സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചാൽ മാത്രമേ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ. സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നം ന്യായമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ അവർ സമരത്തിലൊക്കെ വരുന്നതിന് തെറ്റ് പറയാൻ കഴിയില്ല. അപ്പം അത് പരിഹരിക്കണമെങ്കിൽ ഇത് തുറന്നേ മതിയാവും. കോവിഡും പ്രളയവും നോട്ട് നിരോധനവും സ്ഥാപനത്തെ ബാധിച്ചതാണ് പ്രധാന പ്രതിസന്ധി. ബ്രഹ്മഗിരിയിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടില്ല. താൻ അടക്കമുള്ളവരുടെ സാമ്പത്തിക ത്യാഗം സ്ഥാപനത്തിലുണ്ട്. ഇതിലുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതിനുവേണ്ടി വലിയ സാമ്പത്തിക ത്യാഗം സഹിച്ചിട്ടുള്ളവരെ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഒരു കൂട്ടായ്മയായി ഉയർന്നു വന്നതാണ്. അതാണ് ഏതെങ്കിലും ഒരു വ്യക്തി തുടങ്ങിയല്ലോ. സർക്കാർ ഉത്തരവിലൂടെ രൂപീകരിച്ച സൊസൈറ്റി ആയതിനാൽ സഹകരണ സ്ഥാപനങ്ങളുടെ സഹായം സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല. ഇത് സർക്കാർ മുൻകൈയെടുത്ത് സർക്കാർ ഉത്തരവിലൂടെ രൂപീകരിച്ച ഒരു സൊസൈറ്റിയാണ്. 22 കോടി രൂപയാണ് ഇതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി വന്നത്, സ്ഥലം ഉൾപ്പെടെ. 14 കോടി രൂപ മാത്രമേ 4 കോടി രൂപ ഗ്രാൻഡായും 10 കോടി രൂപ തിരിച്ചടക്കേണ്ട പണമായിട്ടുമാണ് നമുക്ക് ലഭിച്ചത്. ബാക്കി തുക മുഴുവൻ അന്ന് കുടുംബശ്രീ, വ്യക്തികൾ, സഹകരണ സ്ഥാപനങ്ങൾ, അതുപോലെ ക്ഷീരസഹകരണ സംഘങ്ങൾ. അപ്പോൾ ആ നിലയിൽ അത് തുടക്കം മുതൽ തന്നെ ഇങ്ങനെയൊരു കൂട്ടായ്മ ഉയർന്നു വന്നതാണ്. അപ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. തെറ്റുണ്ടെങ്കിൽ അവരന്ന് അങ്ങനെ സഹായിക്കാൻ സാധ്യതയില്ല. നിലവിൽ ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയം ആണെന്നും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നും സുരേഷ് വ്യക്തമാക്കി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.